ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ബൈബിള് പലപ്പോഴും ആലങ്കാരികമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ അതിനകത്തൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പിടികിട്ടുള്ളൂ. രണ്ട് തരം വൃക്ഷങ്ങളെക്കുറിച്ച് വചനം പറയുന്നത് രണ്ട് വ്യക്തികളെക്കുറിച്ചായി പറയുന്നത്. രണ്ട് തരം വൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നു എന്നാണ് ബൈബിള് പറയുന്നതെങ്കിലും നമ്മളത് മനസ്സിലാക്കി വരുമ്പോൾ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി, താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. NIV അതിനകത്തൊരു സ്വല്പം വ്യത്യാസമുണ്ട്. യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം നട്ടുണ്ടാക്കി, താൻ നിർമ്മിച്ച മനുഷ്യനെ അവിടെയാക്കി. കാഴ്ചയ്ക്ക് മനോഹരവും ഭക്ഷിക്കാൻ നല്ലതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. എന്നിട്ട് എഴുതിയേക്കുന്നു, തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നു. അതാ കറക്റ്റ് തർജ്ജിമ. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ജീവവൃക്ഷവും അവിടെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ വൃക്ഷങ്ങളും നിലത്തുനിന്ന് മുളപ്പിച്ചു എന്നതർത്ഥം. ഇനി ജീവവൃക്ഷം എന്താണെന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു 2-3 വാക്യങ്ങൾ ഉണ്ടാവും, നോക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കുമെന്ന് ആത്മാവ് സഭകളോട് പറയുന്നു. ഇതൊരു വാക്യം. 2-ാമത്തെ വാക്യം അവസാനത്തെ അധ്യായത്തിലാണ്. വെളിപ്പാട് പുസ്തകം അവസാനത്തെ അധ്യായത്തിൻ്റെ 14-19 2 വാക്യങ്ങൾ. ആദ്യം 14-ാമത്തെ വാക്യം വായിക്കാം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ എഴുതിയേക്കുന്നത് ജീവന്റെ വൃക്ഷത്തിൽ അവകാശം എന്നാണ് എഴുതിയേക്കുന്നത്. 19 വായിച്ചേ. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഉണ്ടോ? അവിടെയെല്ലാം ജീവവൃക്ഷം 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 എന്ന് പറയുന്നുണ്ട്. ഇനി വെളിപ്പാട് 22-ന്റെ 17 വായിച്ചേ. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പുറത്ത് ജീവവൃക്ഷം എന്ന് പറഞ്ഞു. ഇനി ഈ ജീവജലം എന്താണെന്ന് യോഹന്നാൻ 7-ാം അധ്യായത്തിലാണ് ഉള്ളത്. വായിച്ചാട്ടെ. യോഹന്നാൻ 7-ന്റെ 37, 38, 39. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പിന്നീട് ലഭിക്കാനിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് പന്തക്കുസ്ത നാളിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ജീവജലം എന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നെങ്കിൽ ജീവവൃക്ഷം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. ജീവവൃക്ഷം ക്രിസ്തുവാണ്. അപ്പോൾ ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്നത് സാത്താനാണ്. ഇപ്പോൾ സാത്താന് തന്നെ പലവിധ വിവരങ്ങളും എത്തിച്ചു കൊടുക്കുന്നത് മനുഷ്യനാണ്. അന്ത്യകാലമാണ്. ഇപ്പോൾ സാത്താനാന്ന് അറിഞ്ഞുകൊണ്ടുള്ള ആരാധന വരെ ഉണ്ട്. സാത്താനാന്നറിയാം. അവനെ വീണ് നമസ്കരിച്ചാൽ അവൻ്റെ സമ്പത്ത് അവൻ കൊടുക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അറിയാം ഇത് കാലാന്തരത്തിൽ പണിയാകുമെന്നും അറിയാം. എന്നിട്ടും മനുഷ്യൻ അതിനെ വീണ് നമസ്കരിക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. കാരണം ഈ നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കുന്നു. കാരണം എന്നാ?
പുറകിൽ സാത്താനാണ്. ഇനി മനുഷ്യനെയും വൃക്ഷങ്ങൾ എന്ന് പറയുന്ന വചനഭാഗങ്ങളുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം എടുത്തേ, 55:12. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും, മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. അപ്പം ദേശത്തെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികമായി എഴുതിയേക്കുന്ന, വൃക്ഷത്തിന് കൈയില്ല കൊട്ടാൻ. അത് എഴുതിയേക്കുന്നത് സകല വൃക്ഷങ്ങളും കൈകൊട്ടു കഴിഞ്ഞാൽ സകല മനുഷ്യരും കൈകൊട്ടുമെന്ന് അർത്ഥം. അപ്പം മനുഷ്യരെയും വൃക്ഷങ്ങളായിട്ട് പറയുന്നുണ്ട്. ജീവവൃക്ഷം ക്രിസ്തുവാന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി ഉൽപ്പത്തി 3:8 പറയുന്നത് മരങ്ങൾക്കിടയിൽ അവൻ ഒളിച്ചെന്നാണ്. ഈ മരങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യരാണ്. ഇപ്പോൾ കണ്ടോ, ഈ തീവ്രവാദികൾ, ഈ സകലവിധ പാപികൾ, ഇവരെല്ലാം ഒളിക്കുന്നത് മനുഷ്യരുടെ ഇടയ്ക്കാണ്. ഈ മനുഷ്യരുടെ ഇടയ്ക്ക് പോയി ഒളിക്കുന്നതുകൊണ്ടാണ് പിടിക്കാനും പാട്. അതുകൊണ്ട് ഹെബ്രായ ലേഖനം 12:15 ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഹെബ്രായർ 12:15. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. ഇവിടെ പറയുന്നത് കൈപ്പുള്ള വേര് മുളയ്ക്കുമെന്ന്. കൈപ്പുള്ള വേരെന്താ? വൃക്ഷത്തിൻ്റെ പ്രധാന ഭാഗമാണ് വേര്. വൃക്ഷത്തിൻ്റെ കാണാത്ത ഭാഗമാണ് വേര്. അപ്പോൾ കൈപ്പുള്ള വേര് എന്ന് പറയുന്ന ഈ വേരുള്ള വൃക്ഷമാണ് സാത്താൻ. എന്ന് പറഞ്ഞാൽ കലക്കം ഉണ്ടാക്കുന്നവൻ. ഇന്ന് അന്ന് ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന സാത്താൻ നിന്നത് ഏദൻ തോട്ടത്തിലായിരുന്നെങ്കിൽ ഇന്ന് അവൻ മനുഷ്യരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്, മനുഷ്യൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഈ വേര് ശരീരം മുഴുവൻ, ബുദ്ധി മുഴുവൻ വ്യാപരിക്കുമ്പോൾ ദൈവകൃപ വിട്ടുപോകുന്നു, കലഹം ഉണ്ടാകുന്നു. ഹെബ്രായർ ലേഖനം 12:15 പറയുന്നത് കൈപ്പുള്ള വേര് ഒരുവനെ മലിനനാക്കുന്നു, കൈപ്പുള്ള വേര് ഒരുത്തനെ മലിനമാക്കുന്നു. മലിനമാക്കുന്നത് കൊണ്ട് കലക്കം ഉണ്ടാകുന്നു, കലക്കം വന്നതുകൊണ്ട് ദൈവകൃപയിൽ നിന്ന് വീണു പോകുന്നു. അതായത് കൈപ്പുള്ള വേരൊരുത്തനെ മലിനമാക്കുന്നു, മലിനമാക്കുന്നത് കൊണ്ട് കലക്കമുണ്ടാകുന്നു, കലക്കം വന്നതുകൊണ്ട് ദൈവകൃപയിൽ നിന്ന് വീണു പോകുന്നു. അപ്പോൾ ഈ വേര് ഒരു വ്യക്തിയാണെന്നാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയാണ്. അപ്പോൾ ജീവവൃക്ഷം ക്രിസ്തുവാണ്. ജീവവൃക്ഷം ക്രിസ്തുവാണ്. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം സാത്താനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവവൃക്ഷം ക്രിസ്തുവാണെന്നും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം സാത്താനാണെന്നും കയ്പ് വേരുള്ള വൃക്ഷം സാത്താനാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. എൻ്റെ കർത്താവേ, അന്ന് അത് ഏദൻ തോട്ടത്തിലാണ് നിന്നെങ്കിൽ ഇന്ന് ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ഈ കയ്പുള്ള വേരുള്ള വൃക്ഷം സാത്താനാണെന്നും ആ വേര് മനുഷ്യ ഹൃദയങ്ങളിലും ബുദ്ധിയിലും വ്യാപരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ വേരൊരുത്തനെ മലിനമാക്കുന്നു, മലിനമാകുന്നത് കൊണ്ട് കലക്കമുണ്ടാകുന്നു, കലക്കം വരുന്നത് കൊണ്ട് ദൈവകൃപയിൽ നിന്ന് വീണു പോകുന്നു, നശിക്കുന്നു. എന്നാൽ ജീവൻ്റെ വൃക്ഷം ക്രിസ്തുവാണെന്നും ആ ക്രിസ്തുവിലാണ് എല്ലാ സമൃദ്ധിയും ഉള്ളതെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ജീവവൃക്ഷത്തെയും നന്മതിന്മകളുടെ വൃക്ഷത്തെയും തിരിച്ചറിഞ്ഞതിൽ നിന്ന് ഈ കയ്പ് വേര് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ദ്രോഹങ്ങൾ, ദൂഷ്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നിന്ന് വിട്ടുമാറുവാൻ ദൈവകൃപ അടിയനും കേൾക്കുന്നവർക്കും വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വ്യക്തികളുടെ ഉള്ളങ്ങൾ സമാധാനത്തിൽ നിറയേണ്ടതിന് കയ്പുള്ള വേരുകൾ മുളയ്ക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള കയ്പുള്ള വേരുകൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ അതെടുത്ത് പുറത്ത് കളയുവാൻ, സ്വസ്ഥത പ്രാപിക്കുവാൻ കേൾവിക്കാരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹൃദയങ്ങൾ സ്വസ്ഥമാകട്ടെ, ശാന്തമാകട്ടെ, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിലും, കുടുംബാംഗങ്ങൾ തമ്മിലും, വ്യക്തികളും സഭകളും തമ്മിലും, കർത്താവെ, വ്യക്തികളും അയൽവാസികളും തമ്മിലും ദേശവും തമ്മിലെല്ലാം സമാധാനം ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.